ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായി വ്ളോഗൊക്കെ ചെയ്തിട്ട് കാര്യമായിട്ടൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് തന്നെയാണ് വ്ളോഗ് എടുക്കാനും നിൽക്കാത്തത്. പക്ഷേ ഇത് കുറച്ച് ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. എല്ലായിടത്തും ഇപ്പം നല്ല ക്ലൈമറ്റാണല്ലേ. ഏതാ എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല കാറ്റും തണുപ്പും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ക്ലൈമറ്റാണ്. രാവിലെ മുറ്റടിച്ച് വാരണ നേരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ ഈ കാറ്റ് കാരണമുണ്ടല്ലോ, അടിച്ചു വാരിയിട്ട് ഒരു കാര്യമില്ല. ഇതേപോലെ ചപ്പൊക്കെ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അതിനങ്ങാട്ടി നല്ലത് നമുക്ക് വൈകുന്നേരം കുറച്ച് കാറ്റൊക്കെ പോയി ഒന്ന് അടിച്ചു വരുന്നതായിരിക്കും. പിന്നെ മണ്ണും അതിൻ്റെ കുറേ ടോയ്സും എടുത്തിട്ട് ഇവർ രണ്ടാളും രാവിലെ തന്നെ തുടങ്ങൂട്ടാ. എല്ലാ ദിവസവും അല്ല, ഞാൻ മുറ്റത്തിറങ്ങിയാൽ രണ്ടാളും എൻ്റെ ബാക്കിൽ തന്നെ വരും. പിന്നെ അവരെ കളിയൊക്കെ കണ്ട് കുറേ നേരം കഴിഞ്ഞ് നാസ്തക്ക് പുട്ടും കടലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പം ഒരു ദിവസത്തെ വീഡിയോ തന്നെയല്ല കേട്ടോ ഞാൻ കാണിക്കുന്നത്. എൻ്റെ 2-3 ദിവസത്തെ വീഡിയോ ഞാൻ മിക്സ് ആക്കിയിട്ട് കാണിക്കുന്നതാണ്. കാരണം ഒരു ദിവസം എടുത്ത് പിന്നൊന്നും കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് അത് മതിയാക്കും. എൻ്റെ മോളെ ആനുവൽ ഡേനു കേട്ടോ സ്കൂളിൽ. അപ്പോൾ ഓള് ഉച്ചയ്ക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. കേക്ക് വളയൊക്കെ ഇട്ട് പിന്നെ ടീച്ചർ പറഞ്ഞതുപോലെ എല്ലാം സെറ്റാക്കി ഓൾ രാവിലെ ഉച്ചയ്ക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വൈകുന്നേരം സ്കൂളിലേക്ക് പോക്കാന്ന്. മോൾ UKG-യിലാണ് കേട്ടോ പഠിക്കുന്നുള്ളത്. മയ്യിൽ ഗ്രേഷ്യസ് സ്കൂളിലാണ് മോൾ പഠിക്കുന്നുള്ളത്. അപ്പോൾ ഞാനും ഉമ്മയും പിന്നെ എൻ്റെ ഒരു കസിനും ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ചെറിയ മോളും, നമ്മളെല്ലാവരും കൂടി അങ്ങനെ എത്തി. പിന്നെ ബോക്സിൻ്റെ ഭയങ്കര സൗണ്ട് മൂക്ക് പ്രശ്നമാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റൊക്കെ ബാക്കിൽ എന്നോട്ട് ഇരുന്നിട്ടുണ്ടായേ. ഇതേപോലെ ഓരോരോ ക്ലാസ്സിലെ കുട്ടികളെ നല്ല നല്ല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മോളെ ഡാൻസ്. സെൻട്രലായിട്ട് നിൽക്കുന്നതാണ് എൻ്റെ മോള് എപ്പോഴും ഇങ്ങനെ ആനുവൽ ഡേ ആണെന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ ഇന്ന് ഒക്കെ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. സ്റ്റേജിൽ നിന്ന് കളിക്കുന്നതും ഇവിടുത്തെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്, അവർക്ക് സ്റ്റേജിൽ നിന്ന് നല്ല പ്രാക്ടീസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് സ്റ്റേജിൽ നിന്ന് കയറിയാൽ ഒരു പേടിയോ കാര്യമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യും. ഇവർ ഡാൻസൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മുതൽ നമ്മൾ അടുത്താക്കി തന്നിട്ടുണ്ടായത്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് എല്ലാവർക്കും ഫുഡില്ലോണ്ട് തന്നെ ഡാൻസ് കഴിഞ്ഞ പാട് നമ്മളൊന്നിച്ച് ഇവരാക്കി തരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് മേക്കപ്പിൽ കുളിച്ചിട്ടുള്ള എൻ്റെ മോളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആളത്തിൻ്റെ മനസ്സിലാകുന്നില്ല കേട്ടോ. വേറൊരു പോസിറ്റീവായിട്ട് തോന്നിയത് അടുത്ത് എല്ലാവർക്കും വൈകുന്നേരം നല്ല ചായയും നല്ലൊരു കടിയും അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും ആൾക്കാരുണ്ട്. അപ്പം ആ ആൾക്കാർക്കൊക്കെ ഇതേപോലെ നല്ലൊരു കടിയും ചായയും ഒക്കെ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായക്കടി മാത്രമല്ല, ഇപ്രാവശ്യം പാരൻസിൻ്റെ ഫുഡും കൂടി ഉണ്ട്. ടോക്കൺ ഉണ്ട് കേട്ടോ. ടോക്കൺ എടുത്തിട്ട് പോയാൽ നമുക്കും കൂടിയുള്ള ഫുഡുണ്ട്. അപ്പം ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പാരൻസിനുള്ള ഫുഡാണ്, പക്ഷെ നമുക്ക് 3 ആൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ച് ചപ്പാത്തിയും നല്ല വെജിറ്റബിൾ കറിയും ഉണ്ടായിട്ടുണ്ടായേ. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അപ്പോഴത്തേക്കും ഒരുപാട് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ വൈകുന്നേരം വന്നപ്പോൾ ഉള്ള വഴിയേ അല്ല, മൊത്തത്തിൽ ചേഞ്ചായ പോലെ. നമ്മൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഈ ഡെക്കറേഷൻസ് ഒന്നും കാണുന്നില്ലല്ലോ. ഇപ്പോൾ രാത്രി നോക്കുമ്പോഴത്തേക്ക് സ്കൂളിൽ മൊത്തത്തിൽ ഒന്ന് ചേഞ്ചായ പോലെ ഉണ്ട്. നല്ല രസമായിട്ട് അവർ ഫുള്ളൊന്ന് ഡെക്കറേഷൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. സ്കൂള് മൊത്തത്തിലേ ഒരു എന്താ പറയുക വൈബായിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായി ഇത് കണ്ടപ്പോൾ. നല്ല രസമുണ്ട്. സ്കൂളിലെ എന്താ പറയുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പരിപാടി തന്നെയാണ് എന്നുള്ളത്, ആനുവൽ ഡേ എന്നുള്ളതാണ് ഈ കാണുന്നത് തന്നെ. അപ്പോൾ ഒരുപാട് ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇനാഗ്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബെസ്റ്റ് ടീച്ചറിനുള്ള ഒരു അവാർഡ്, ഒരു മൊമെൻറ്റോ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അടിപൊളിയായിട്ട് തോന്നി. അങ്ങനെ എൻ്റെ ഈ മോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ ഏറ്റവും ബേക്കിലിരുന്ന് ബോക്സിൻ്റെ സൗണ്ട് കേട്ടിട്ട് പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഫ്രണ്ടിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ എന്നിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ്. ഒരു പേടിയോ കാര്യമോ ഒന്നുമില്ല. പിന്നെ നമ്മളെ ഗെയിമിൽ നിൽക്കുന്നുണ്ടായിട്ടില്ല. ഫുൾ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ കേട്ടോ ശരിക്കും അതിൻ്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലായത്. കണ്ടിരുന്ന് പോകും. കുട്ടികളെ കോസ്റ്റ്യൂമും ഡാൻസും ഒക്കെ ഇതായാലും ഫ്രണ്ടിലിരുന്ന് കാണുമ്പോണ്ടല്ലോ വേറെ തന്നെ രസമായിരുന്നു കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഒരുപാട് പരിപാടിയൊന്നും കണ്ടിട്ടില്ല. ഏകദേശം ഒരു 10 മണി വരെ ഇരുന്നിട്ടുണ്ടായിന്. ഇതെൻ്റെ ഇക്കാക്കാൻ്റെ മോളിലെ ഡാൻസാണ് കേട്ടോ.
അവളുടെ ഡാൻസും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവളത് കുറച്ച് ലേറ്റായിട്ടേനും ഉണ്ടായിട്ടുണ്ടായേ. ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ടേനും ഓളെ പരിപാടി ഉണ്ടായിട്ടുണ്ടായേ. അപ്പോൾ നമ്മളൊരു 10 മണിയൊക്കെ ആവുന്നവരെ ഇരുന്നെല്ലാം കണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം കുറേ ലേറ്റായിട്ടാണ് പരിപാടിയൊക്കെ കഴിയൽ. അപ്പോൾ ഇതാണ് ആനുവൽ ഡേ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മാൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ജനിച്ച് വളർന്ന നാട്, എൻ്റെ സ്വന്തം നാട് അതൊക്കെ പറയും. ഇപ്പം എൻ്റെ ഉമ്മാൻ്റെ ഫാമിലീസ് മൊത്തത്തിൽ ഈ നാട്ടിലാണ്. അപ്പോൾ ഞാൻ 2-3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ പോയതിൻ്റെ പിറ്റേന്ന് അവിടെ 2 ആളെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലായിടത്തും പോകും കേട്ടോ, ഓരോരോ വീട് അടുത്തടുത്ത് തന്നെ ഉണ്ട്. അപ്പം ഒരാളെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു രാത്രി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നല്ല ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ദം ബിരിയാണി ഭയങ്കര ഗ്രാൻഡ് സെലിബ്രേഷൻ എന്നല്ല. മോനിക്ക് 6 വയസ്സായി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കഴിക്കുന്ന പോലെ എന്തായാലും പിന്നെ എന്തായാലും ആരും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു ബിരിയാണി വെച്ചിന്, കേക്ക് മുറിച്ചിന്, അത്ര തന്നെ. പക്ഷെ അതൊക്കെ തന്നെ നമ്മൾ എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഭയങ്കര ആഘോഷമാണല്ലോ. അപ്പോൾ ഇതാ ദം ചെയ്യുമ്പോൾ ഞാൻ കാര്യമായിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും വിചാരിക്കാണ്ട് വന്നതാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ. ആദ്യമൊക്കെ മാരേജിന് മുന്നൊക്കെ അധികം വന്ന് നിൽക്കലുണ്ട്, എപ്പോൾ ഇവിടെ തന്നെയാണ്. പക്ഷെ ഇപ്പം കുറേ ആയി, കുട്ടികളൊക്കെ ആയതിനു ശേഷം ഞാൻ ഇവിടെ വരും. പക്ഷെ നിൽക്കൽ കുറവാണ് കേട്ടോ, അതായത് സ്റ്റേ ചെയ്യൽ കുറവാണ്. അപ്പം അതിൻ്റേതായ ഒരു സന്തോഷം എൻ്റെ മോക്കൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എൻ്റെ മോക്ക് വീട്ടിലങ്ങനെ ആരുമില്ല കളിക്കാനൊന്നും. ഇവിടെ എല്ലാവരും ഉണ്ട്, കുട്ടികളുണ്ട്. അപ്പം എന്ത് വന്നാലും ഇവിടെ ഒരു ആഘോഷിക്കാനുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ദം ബിരിയാണി ആയിട്ടാണ്. എൻ്റെ മാമ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും, നല്ല അടിപൊളിയായിട്ടുള്ള. മാമ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തി മൂത്തുമ്മയാണ്. പക്ഷെ ഞാൻ മാമ എന്നാണ് വിളിക്കൽ. അതങ്ങനെയാണല്ലോ, ഓരോരോ ആൾക്കാർക്ക് അതേ പെർമനൻ്റ് ആയിട്ടുള്ള പേരുണ്ടെങ്കിലും നമ്മളത് വിളിച്ചിട്ടെങ്കിൽ അത് മാറ്റുമല്ലേ. അപ്പം ഞാൻ മാമ എന്നാണ് കേട്ടോ വിളിക്കൽ. ഇതാന്ന് കേട്ടോ, ഇവനക്കാന്ന് 6 വയസ്സായിട്ടില്ലേ. അപ്പോൾ കേക്കൊക്കെ മുറിച്ച് അടിപൊളിയായിട്ട് ആഘോഷിച്ച്. പിന്നെ ഇതാ പിറ്റേ ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ വന്നാൽ എന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായത്, നമുക്ക് ചുറ്റും ഇവിടെ വയലാണ്. വീടിൻ്റെ ബാക്ക് വശത്തായിട്ട് മൊത്തത്തിൽ ഈ വയലാണ്. ആ വയലിൻ്റെ ചുറ്റുമായിട്ട് ഒരുപാട് തോടുണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് ജനിച്ച് വളർന്ന നാട്ടിൽ നമ്മൾ എപ്പോഴും ഉമ്മാനോടൊക്കെ വാശി പിടിച്ച് കരഞ്ഞ് പോകുന്ന തോടാണ് കേട്ടോ. ഇപ്പം പിന്നെ നമ്മളോട് ആരും പോകണ്ടെന്നും പറയൂല, നമുക്ക് ഇഷ്ടമുള്ളപ്പം പോകാമല്ലോ. എന്നിട്ടും നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം തന്നെയാണല്ലേ. പക്ഷേ ഞാൻ എല്ലാവരെയും വിളിച്ച് കൂട്ടി ഞാൻ പോയിന് കേട്ടോ. ഞാൻ എന്തായാലും അവിടെ പോകുന്ന തീരുമാനിച്ചിന്. കാരണം എപ്പം വന്നാലും സമയം ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റേ ചെയ്യാൻ വന്നുകൊണ്ട് തന്നെ ഒരുപാട് സമയമുണ്ടല്ലോ. അപ്പം ഇതിപ്പം കുറച്ചൊരു ഉള്ളോട്ടുള്ള തോട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതേപോലെ ഒരുപാട് തോടുണ്ടാടാം. ഇതാകുമ്പം കുറച്ച് ആഴമൊന്നുമില്ലാത്ത തോടാണ്, കുട്ടികൾക്ക് കളിക്കാനും നമുക്ക് ഇതേപോലെ ആസ്വദിക്കാനും പറ്റിയൊരു തോടാണ്. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിന് കേട്ടോ. എന്തോ ഒന്ന് കിട്ടിയ പോലെയേനു. കാരണം കുറേ ആയി ആഗ്രഹിക്കുന്നത്. എൻ്റെ മോളൊക്കെ ഈ റിസോർട്ടിലെ പൂള് അവിടെയുള്ള വെള്ളത്തിലേക്ക് ഒളിച്ചിട്ടുണ്ടാവും. ഇതുവരെ ഇങ്ങനത്തെ ഒരു തോട് കണ്ടിട്ടോ കീഞ്ഞിട്ടോ ഉണ്ടാവില്ല. അപ്പം ഇവർക്കൊക്കെ ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ എന്തായാലും പോകണം കേട്ടോ. എന്തോ കിട്ടിയ പോലേനും ഇനിയും പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാക്സിമം കുട്ടികളും നമ്മളും എല്ലാവരും എൻജോയ് ചെയ്തിന് കേട്ടോ. എന്താ പറയുക, ശരിക്കും എൻ്റെ പഴയ കാലമൊക്കെ ഓർമ്മ വന്ന പോലെ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്ത്. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ വേഗം തോർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ പണി കിട്ടും. അങ്ങനെ കുട്ടികളൊക്കെ തോർത്തിക്കൊടുത്ത് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്കും ഇതേപോലെ വേറൊരു തോടും കൂടി ഉണ്ടായിന്. അതും കുറേ നേരം നോക്കി നിന്ന്. പിന്നെ ഈ വയലൊക്കെ ഉണ്ടല്ലോ, പണ്ട് ഞാനും ഉമ്മയും എല്ലാവരും വന്ന് പച്ചക്കറിയൊക്കെ നടുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ എന്നിട്ട് വൈകുന്നേരം ആദ്യം നമ്മളെ കുളിച്ച് മാറ്റി റെഡിയായി വെറുതെ ഒന്ന് പുറത്തൊക്കെ പോകാമെന്നെല്ലാം വിചാരിച്ച് ഈ വലിയ കുന്നൊക്കെ കയറി വന്ന് നമ്മൾ അടുത്തന്നെയുള്ള ടൗണിലേക്കെല്ലാം പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കീഞ്ഞതാണ് കേട്ടോ. നിങ്ങളിതൊക്കെ കാണിക്കുമ്പോൾ ഏതോ ഒരു കുഗ്രാമാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഇതൊക്കെ ഉള്ളിലോട്ടുള്ള വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നുള്ളത്. മെയിൻ റോഡിലൂടെ പോയാലെത്തും. പിന്നെ നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി പോകാനില്ലോണ്ട് ഉൾവഴിയിലോട്ട് ഇങ്ങനെ നമ്മൾ പോയതാണ്. പിന്നെ എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു എന്താ പറയുക
എല്ലാം ജ്യൂസും ഷെയ്ക്കും ഐസ്ക്രീംസും ഒക്കെ കിട്ടുന്ന ഷോപ്പിലേക്ക് പോയിന് കേട്ടോ. അവിടുന്ന് എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്ത് മോമോസും അവിൽ മിൽക്കും കോഫിയും അതിൻ്റെ കൂടെ ഫലൂദയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും അങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, കുറേ നാളത്തിന് ശേഷം എല്ലാവരും ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുക, ഒരുപാട് നേരം നടന്ന് കുറേ സംസാരിച്ച്. നടന്നതിൻ്റെ ക്ഷീണം എനിക്ക് മാത്രമേ ഉണ്ടായിട്ടില്ല, അവർക്കൊക്കെ ഇത് ശീലമാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരുപാട് നടക്കാൻ നിൽക്കാത്ത ഒരാളാണ്. ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഇവരൊക്കെ ഫലൂദ ഓർഡർ ചെയ്തേ, പക്ഷേ ഞാൻ മാത്രമേ അത് ഫിനിഷ് ചെയ്തിട്ടില്ല. എന്താണെന്നറിയില്ല, എനിക്ക് ഫലൂദ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടായിരിക്കും. അപ്പം നമ്മൾ ക്രിസ്മസിൻ്റെ അന്നാണ് ക്രിസ്മസിൻ്റെ തലേന്നായിരുന്നു വന്നിട്ടുണ്ടായേ. അപ്പോൾ എല്ലായിടത്തും ഫുൾ ഡെക്കറേഷൻസും ക്രിസ്മസ് വൈബും ഒക്കെ ഉണ്ടായിന് പുറത്ത് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിന് കാണാൻ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.